പട്ടിണിയും ഉപരോധങ്ങളും ചങ്ങലയിട്ട ഒരു കൊച്ചു രാജ്യം ഇന്ന് വൻ ശക്തികളെ വിറപ്പിക്കുന്ന സൈനിക ശക്തിയായി വളർന്നത് വെറുമൊരു ശക്തി പ്രകടനമല്ല, മറിച്ച് വാഷിംഗ്ടണിന്റെ നെഞ്ചിലേക്ക് നേരിട്ട് തൊടുത്ത മിസൈൽ മുനയാണത്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന കിമ്മിന്റെ കടുത്ത ശാഠ്യമാണ് ഓരോ ആയുധ പരീക്ഷണത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത്. ലോകഭൂപടത്തിൽ അമേരിക്കയുടെ ഏത് കോണും തങ്ങളുടെ ആണവ പരിധിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വൈറ്റ് ഹൌസിനെ നിരന്തരം മുൾമുനയിൽ നിർത്തുന്ന തന്ത്രപരമായ യുദ്ധമുഖമാണ് ഇന്ന് കിം ജോങ് ഉൻ തുറന്നിട്ടിരിക്കുന്നത്. അതെ, റഷ്യ നൽകുന്ന കരുത്തിൽ ഉത്തര കൊറിയ മുന്നോട്ട് വരികയാണ്. അവർ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയെ തന്നെ. ലോകമെമ്പാടുമുള്ള നയതന്ത്രജ്ഞരും സൈനിക നിരീക്ഷകരും ഒരുപോലെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിഭാസമാണ് കൊറിയൻ ഉപദ്വീപിലെ ആയുധ മത്സരങ്ങൾ എന്ന കാര്യം അറിയാമല്ലോ. ലോകരാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും സാമ്പത്തിക പ്രതിസന്ധികളാൽ വരിഞ്ഞു മുറുക്കിയിട്ടും പതറാതെ തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു രാജ്യത്തെയാണ് നാം ഇന്ന് കാണുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഉത്തര കൊറിയ നടത്തിയ ആയുധ പരീക്ഷണങ്ങൾ വെറുമൊരു ശക്തി പ്രകടനമല്ല, മറിച്ച് ആഗോള ശക്തി സന്തുലനാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന വളരെ തന്ത്രപരമായ ചുവടുവെപ്പുകളാണത്. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്ന പരമ്പരാഗത നയത്തിൽ നിന്ന് മാറി ഏത് വൻശക്തിയെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആക്രമണോത്സുകമായ ഒരു സൈനിക നയത്തിലേക്കാണ് ഉത്തര കൊറിയ ഇപ്പോൾ മാറിയിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെയും യുദ്ധതന്ത്രങ്ങളുടെയും കാര്യത്തിൽ രാജ്യം കൈവരിച്ച അതിവേഗത്തിലുള്ള വളർച്ച അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്ന ഒന്നുമാണ്. ഈ ആയുധ വിപ്ലവത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിൽക്കുന്നത് ഉത്തര കൊറിയയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ തന്നെയാണ്. മുൻകാലങ്ങളിൽ ദ്രവ ഇന്ധനം, അതായത് ലിക്വിഡ് ഫ്യൂൽ ഉപയോഗിച്ചുള്ള മിസൈലുകളായിരുന്നു ഒരു രാജ്യം പരീക്ഷിച്ചിരുന്നത് എങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അവർ ഖര ഇന്ധനം, അതായത് സോളിഡ് ഫ്യൂൽ സാങ്കേതിക വിദ്യയിലേക്ക് വിജയകരമായി ചുവട് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഹാസോങ് 8 മിസൈലുകളുടെ വിജയകരമായ പരീക്ഷണങ്ങൾ. ദ്രവ ഇന്ധന മിസൈലുകളെ പോലെ വിക്ഷേപണത്തിന് തൊട്ടു മുൻപ് ഇന്ധനം നിറയ്ക്കേണ്ടതില്ലാത്തതിനാൽ ഖര ഇന്ധന മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും അതിവേഗം വിക്ഷേപിക്കാൻ ഇവിടെ സാധിക്കും. ഇത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ കണ്ണുവെട്ടിച്ച് നിമിഷ നേരം കൊണ്ട് ആക്രമണം നടത്താൻ കിം ജോങ് ഉന്നിന്റെ സൈന്യത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 15,000-ലധികം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് അമേരിക്കൻ വൻകരയെ മുഴുവനായി ലക്ഷ്യം വെക്കാൻ കഴിയുമെന്നത് ആഗോളതലത്തിൽ ഭീഷണിയുടെ ആഴം കൂട്ടുന്ന ഒന്നാണ്. ഭൂഖണ്ഡാന്തര മിസൈലുകൾക്ക് പുറമെ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണങ്ങളിലും ഉത്തര കൊറിയ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾക്ക് അന്തരീക്ഷത്തിൽ വെച്ച് ദിശ മാറാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയോ ദക്ഷിണ കൊറിയയോ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക റഡാറുകൾക്കോ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കോ ഇവയുടെ പാത മുൻകൂട്ടി പ്രവചിക്കാനോ തടയാൻ പോലുമോ സാധിക്കില്ല. ഇതിനൊപ്പം തന്നെ ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും ലക്ഷ്യമിട്ട് തന്ത്രപരമായ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഹ്രസ്വദൂര മിസൈലുകളുടെ വലിയൊരു ശ്രേണി തന്നെ രാജ്യം നിർമ്മിച്ചു കൂട്ടിയിട്ടുമുണ്ട്. ഇത് പ്രാദേശിക യുദ്ധ സാധ്യതകളെ എപ്പോഴും സജീവമാക്കി നിർത്തുകയും ചെയ്യുന്നു. കരയിൽ നിന്നുള്ള ആക്രമണശേഷിക്ക് പുറമെ സമുദ്ര സുരക്ഷയിലും അട്ടിമറികളാണ് ഉത്തര കൊറിയ നടത്തിയിട്ടുള്ളത്. കടലിൽ നിന്നും ശത്രുക്കൾക്ക് നേരെ ആണവാക്രമണം നടത്താൻ ശേഷിയുള്ള തന്ത്രപരമായ ആണവ അന്തർവാഹിനികൾ കിം ജോങ് ഉൻ കഴിഞ്ഞ വർഷങ്ങളിൽ നാവികസേനയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഹെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ആണവ ഡ്രോണുകളുടെ പരീക്ഷണവും അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് എല്ലാത്തിനും അവർ സജ്ജമായിരിക്കുന്നു എന്നർത്ഥം. കടലിനടിയിലൂടെ നിശബ്ദമായി സഞ്ചരിച്ച് ശത്രു രാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളിൽ വലിയ റേഡിയോ ആക്റ്റീവ് സുനാമി തരംഗങ്ങൾ സൃഷ്ടിച്ച് നാശം വിതയ്ക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയുമെന്നതാണ് പോങ്യാങ് അവകാശപ്പെടുന്നത്. ഇത്തരത്തിൽ കരയും കടലും ഒരുപോലെ തങ്ങളുടെ അധീനതയിലാക്കാൻ ഉത്തര കൊറിയയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ ആയുധങ്ങളുടെ എല്ലാം കൃത്യത ഉറപ്പാക്കുന്നതിനായി വിക്ഷേപിച്ച സൈനിക നിരീക്ഷണ ഉപഗ്രഹം ഉത്തര കൊറിയയുടെ ആയുധ മേഖലയിലെ മറ്റൊരു വലിയ നാഴികക്കല്ലാണ്. പല പരാജയങ്ങൾക്കൊടുവിലും ലക്ഷ്യം കൈവിടാതെ അവർ ഭ്രമണപഥത്തിൽ എത്തിച്ച ഈ ഉപഗ്രഹം ശത്രുക്കളുടെ നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ കിം ജോങ് ഉന്നിനെ സഹായിക്കുന്ന ഘടകവുമാണ്. ശത്രു രാജ്യങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കാനും യുദ്ധമുണ്ടായാൽ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മിസൈലുകൾ തൊടുക്കാനും ഈ ഉപഗ്രഹ സംവിധാനത്തിലൂടെ ഉത്തര കൊറിയയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് അവരുടെ സൈനിക ഇന്റലിജൻസ് ശേഷിയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഉത്തര കൊറിയയിൽ ഇന്ന് സംഭവിക്കുന്നത് കേവലം ഒരു പട്ടിണിയുള്ള രാജ്യത്തിന്റെ അതിജീവന ശ്രമമല്ല, മറിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾക്ക് നേരെയുള്ള ശക്തമായ വെല്ലുവിളിയാണ് അവർ ഉയർത്തുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യയുമായി ഉണ്ടാക്കിയ പുതിയ സൈനിക സഖ്യം ഉത്തര കൊറിയയ്ക്ക് കൂടുതൽ സാങ്കേതിക സഹായങ്ങൾ ലഭിക്കാൻ കാരണമായിട്ടുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ വളർച്ചയെ തടയാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ ആണവ മിസൈൽ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുന്ന ഉത്തര കൊറിയ വരും വർഷങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിലെയും ഏഷ്യ പസഫിക് മേഖലയെയും സമാധാന ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുമെന്നത്
ഒരു യാഥാർത്ഥ്യവുമാണ്. ഇത്തരമൊരു മാറ്റത്തിലേക്ക് ഉത്തര കൊറിയ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലേ. അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഐക്യരാഷ്ട്രസഭയുടെ കടുത്ത ഉപരോധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നിലനിൽക്കുമ്പോഴും ഉത്തര കൊറിയ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആയുധ ശേഖരം പടുത്തുയർത്തിയത് എന്നത് ലോകരാജ്യങ്ങളെ എക്കാലത്തും അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യം തന്നെയാണ്. കേവലം കുറഞ്ഞ കാലയളവ് കൊണ്ട് സംഭവിച്ച മാറ്റമല്ല ഇത്, മറിച്ച് പതിറ്റാണ്ടുകളായി രാജ്യം പിന്തുടരുന്ന ചില പ്രത്യേക നയങ്ങളുടെയും തന്ത്രങ്ങളുടെയും ആകെ തുകയായിട്ട് വേണം ഇവരുടെ സൈനിക ബലത്തെ നമ്മൾ നോക്കിക്കാണാൻ. ഈ ഒരു സൈനിക വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ചോച്ചെ സോങ്ക്യുൻ പ്രത്യയശാസ്ത്രങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഉത്തര കൊറിയയുടെ അടിത്തറ തന്നെ അവരുടെ ഭരണാധികാരികൾ രൂപപ്പെടുത്തിയ പ്രത്യേക ശാസ്ത്രങ്ങളിലുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് ജൂച്ചെ അഥവാ സാശ്രയത്വമാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ മറ്റൊരു വിദേശ ശക്തിയും ഇടപെടരുത് എന്നും സ്വന്തം കാലിൽ നിൽക്കാൻ രാജ്യം പ്രാപ്തമാകണമെന്നുമാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കിം ജോങ് ഇല്ലിന്റെ കാലത്ത് കൊണ്ടുവന്ന സോങ്കുൺ അഥവാ സൈന്യത്തിന് പ്രഥമ പരിഗണന എന്ന നയമാണ് രാജ്യത്തെ മാറ്റിമറിച്ച പ്രധാനപ്പെട്ട ഘടകം. ഇതനുസരിച്ച് രാജ്യത്തെ മറ്റെല്ലാ മേഖലകളെക്കാളും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ പോലും മുൻഗണന നൽകുന്നത് സൈന്യത്തിനും ആയുധ വികസനത്തിനും തന്നെയാണ്. ഈ നയം കിം ജോങ് ഉന്നും ശക്തമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഴയ സോവിയറ്റ് സാങ്കേതിക വിദ്യയും റിവേഴ്സ് എഞ്ചിനീയറിംഗും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉത്തര കൊറിയയുടെ ആയുധ നിർമ്മാണത്തിന്റെ തുടക്കം പഴയ സോവിയറ്റ് യൂണിയൻ അതായത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിച്ച സാങ്കേതിക വിദ്യകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിന്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 1970കളിലും 80കളിലും ഈ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച മിസൈലുകളും ആയുധങ്ങളും പുനർനിർമ്മിച്ചും അവയിൽ മാറ്റങ്ങൾ വരുത്തിയുമാണ് ഉത്തര കൊറിയൻ ശാസ്ത്രജ്ഞർ പഠിച്ചെടുക്കുന്നത് കാര്യങ്ങൾ. പിന്നീട് പാകിസ്ഥാനിലെ ശാസ്ത്രജ്ഞരായിരുന്ന AQ ഖാന്റെ പക്കൽ നിന്നും ആണവ സാങ്കേതിക വിദ്യകൾ ഉത്തര കൊറിയ രഹസ്യമായി സ്വന്തമാക്കിയതായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ ആരോപണവും ഉയർന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സമാന്തര സമ്പദ് വ്യവസ്ഥയും സൈബർ ആക്രമണങ്ങളും തന്നെയാണ്. കടുത്ത ഉപരോധങ്ങൾ ഉള്ളതിനാൽ സാധാരണ രീതിയിലുള്ള വിദേശ വ്യാപാരം ഉത്തര കൊറിയയ്ക്ക് ഇവിടെ സാധ്യമല്ല. ഇതിനെ മറികടക്കാൻ രാജ്യം ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ സൈബർ ആക്രമണങ്ങൾ നടത്തി ക്രിപ്റ്റോ കറൻസികളും പണവും മോഷ്ടിക്കുന്നതിൽ ഉത്തര കൊറിയൻ ഹാക്കർമാർ വിദഗ്ധരുമാണ്. ലാസറസ് പോലെയുള്ള സർക്കാർ സ്പോൺസേർഡ് ഹാക്കർമാരിലൂടെ കോടിക്കണക്കിന് ഡോളറാണ് രാജ്യം ആയുധ നിർമ്മാണത്തിനായി സമാഹരിക്കുന്നത്. കൂടാതെ ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് രഹസ്യമായി ആയുധങ്ങൾ വിറ്റും അവർ പണം കണ്ടെത്തുന്നുണ്ട്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ പരോക്ഷമായ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധിക്കാൻ ചൈനയ്ക്കും റഷ്യയ്ക്കും ഉത്തര കൊറിയയുടെ നിലനിൽപ്പ് അത്യാവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ UN ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ രാജ്യങ്ങൾ ഉത്തര കൊറിയയ്ക്ക് ഇന്ധനവും മറ്റ് ആവശ്യ വസ്തുക്കളും രഹസ്യമായിട്ട് എത്തിച്ചു നൽകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സമീപകാലത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഉത്തര കൊറിയ റഷ്യയ്ക്ക് വലിയ തോതിൽ പീരങ്കികളും മിസൈലുകളും നൽകി സഹായിക്കുന്നുണ്ട്. മാത്രവുമല്ല സൈനികരെ പോലും അവർ നൽകി. ഇതിനു പകരമായി അതിനൂതന സാറ്റലൈറ്റ് മിസൈൽ സാങ്കേതിക വിദ്യകളാണ് റഷ്യ കിം ജോങ് ഉന്നിന് കൈമാറിയിരിക്കുന്നത്. ഇത് ഉത്തര കൊറിയയുടെ ആയുധ വളർച്ചയുടെ വേഗതയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഭരണാധികാരിയുടെ പൂർണ്ണ നിയന്ത്രണവും ശാസ്ത്രജ്ഞർക്കുള്ള ആനുകൂല്യങ്ങളും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ജനാധിപത്യ രാജ്യങ്ങളിലെ പോലെ പാർലമെന്റിലോ ജനങ്ങൾക്കിടയിലോ മറുപടി പറയേണ്ട ബാധ്യത കിം ജോങ് ഉന്നിനില്ല എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ആകെ വരുമാനത്തിന്റെ സിംഹഭാഗവും ആയുധ പരീക്ഷണങ്ങൾക്കായി മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് ഇവിടെ സാധിക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടാൽ പോലും ശാസ്ത്രജ്ഞരെ കുറ്റപ്പെടുത്താതെ അവർക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന രീതിയാണ് കിം ജോങ് ഉൻ ഇവിടെ സ്വീകരിക്കുന്നത്. ആയുധ നിർമ്മാണ രംഗത്തുള്ള ശാസ്ത്രജ്ഞർക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയും ആഡംബര ജീവിത സൗകര്യങ്ങളുമാണ് ഭരണകൂടം ഇവിടെ നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ജനങ്ങൾ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും ആണവായുധങ്ങൾ അത്യാവശ്യമാണ് എന്ന ഭരണാധികാരികളുടെ കടുത്ത ശാഠ്യമാണ് ഉത്തര കൊറിയയെ ഇന്നത്തെ സൈനിക ശക്തിയാക്കി മാറ്റിയ പ്രധാനപ്പെട്ട ഘടകം. ആഗോള രാഷ്ട്രീയത്തിലെ ഭിന്നതകളെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതാണ് അവരുടെ ഏറ്റവും വലിയ വിജയമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഉത്തര കൊറിയയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റായി രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.